ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 104ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഈ പരിപാടി കൊള്ളാലോ. അപ്പം ഞാൻ തിരുവാതിര എടുത്താലോ? ഏടാ പൊട്ട, ഇത് സ്ത്രീകളാണ് എടുക്കുക. പാർവണ അവൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. അതെന്താ പുരുഷന്മാര് തിരുവാതിര എടുത്താ? അല്ല, ശരിക്കും എന്തേ തിരുവാതിര എന്ന് പറഞ്ഞാ? അവൻ സംശയത്തോടെ ചോദിച്ചു. മംഗലവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടി കന്യകമാരെ വിവാഹം വേഗം നടക്കാൻ വേണ്ടി തിരുവാതിര വ്രതം എടുക്കുന്നുണ്ട്. പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട്. ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പോയ സതിയെ ദക്ഷൻ അപമാനിച്ചതിനാൽ സതി ദേഹത്യാഗം ചെയ്ത വിവരം അറിഞ്ഞ ക്രൂധനും ദുഃഖിതനുമായ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനുശേഷം ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. സതീദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുവാദത്തോടു കൂടെ മഹാദേവനെ പൂജിക്കുകയും തപസ് ചെയ്യാനും തുടങ്ങി. ദേവിയുടെ പൂജയുടെയും കഠിനമായ തപസ്സിന്റെ ഫലമായി ശിവൻ പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ശിവപാർവതിമാരെ വിവാഹം കഴിഞ്ഞ ദിവസമായിട്ടും തിരുവാതിര കണക്കാക്കാറുണ്ട്. ഓ, ഇങ്ങനെയൊക്കെയാണല്ലേ. എന്നാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അത് പറഞ്ഞ ആര് ഫോണുമായി പുറത്തേക്ക് നടന്നു. അവൻ ശിവാനിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ ആർണവേട്ട. അവൾ വിറച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എന്തെങ്ങനെ വിറക്കണേ? അവളുടെ ശബ്ദം കേട്ട് ആര് ചോദിച്ചു. പിന്നല്ല, അത് വെളുപ്പം 4 മണിക്ക് കുളത്തിൽ പോയി കുളിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ വിറക്കാത്ത ഡാൻസ് കളിക്കണ? 10 മണിയായാലും കുളിക്കാത്ത നീ ഏതിന് 4 മണിക്ക് കുളിച്ചേ? അത് മുത്തശ്ശിയുടെ പണിയാണ്. ഇന്നെന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണ് വ്രതം എടുക്കണമെന്ന്. അപ്പൊ നീ ഒന്ന് തിരുവാതിര എടുത്തോ? യാ, തിരുവാതിര അങ്ങനെ എന്താണ് മുത്തശ്ശിയും പറഞ്ഞേ? അതൊക്കെ പറ്റേട്ടൻ എന്തിനിപ്പോ വിളിച്ചേ? ഞാൻ എന്താ റെഡിയായി നിൽക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാറായി. ഓക്കെ, സൂക്ഷിച്ചു വരണേ. അത് പറഞ്ഞ അവർ കോൾ കട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ആര് വീട്ടിൽ നിന്നിറങ്ങി. ഒരാഴ്ച പെട്ടെന്ന് തന്നെ കടന്നുപോയി. ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഭദ്രയുടെ അമ്മുവിന്റെ വിവാഹമാണ്. വിവാഹത്തോടനുബന്ധിച്ച് എല്ലാവരും തറവാട്ടിലെത്തിയിരുന്നു. ശിവയും ദേവി എല്ലാവരും വന്നതോടുകൂടെ തറവാട്ടിൽ ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. കല്യാണത്തിന് ഡ്രസ്സും സ്വർണവും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് എടുത്തത്. ഇന്ന് അമ്മുവിന്റെ ഹൽദി ഫംഗ്ഷൻ ആണ്. അമ്മു ഒരു ഓറഞ്ച് കളർ ലെഹങ്കയായിരുന്നു ഇട്ടിരുന്നത്. അതേ കളറിലുള്ള കുർത്തിയായിരുന്നു ഭദ്രയ്ക്ക്. ബാക്കി എല്ലാവരും യെല്ലോ കളർ ഡ്രസ്സായിരുന്നു. മതി ഒരുങ്ങിയത്, എല്ലാവരും താഴേക്ക് വരാൻ നോക്ക്. മേക്കപ്പ് ചെയ്യുന്ന പെൺപടകളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ആര് തിരക്കിട്ട് പറഞ്ഞു. എന്താ കഴിഞ്ഞു, ഇപ്പൊ വരാം. അമ്മുവിന്റെ നെറ്റിലേക്ക് ചുട്ടി വെച്ച് കൊടുത്തുകൊണ്ട് ശിവാനി പറഞ്ഞു. എല്ലാവരും താഴേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ശിവ ഒരു കവറുമായി അവിടേക്ക് വന്നത്. പാർവണ, ഒന്നും വന്നേ. ശിവ അവളെ പുറത്തേക്ക് വിളിച്ചു. അതെന്താ, ചേച്ചിക്ക് പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കാനാണോ? അവളെ നോക്കി ശിവാനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പാർവണ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം ശിവയ്ക്ക് പിന്നാലെ പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് കയ്യിലെ കവറുമായി പാർവണ തിരികെ വന്നു. മതി, എല്ലാവരും റെഡിയായത്, എല്ലാവരും താഴേക്ക് നടക്കുക. അത് കേട്ടത് എല്ലാവരും താഴേക്ക് നടക്കാൻ ഒരുങ്ങി. അവസാനം വന്ന ശിവാനിയുടെ കൈ പിടിച്ച് നിർത്തി പാർവണ അവളെ ഒന്ന് മൊത്തത്തിൽ നോക്കി. എന്താ ചേച്ചി ഇങ്ങനെ നോക്കണേ, വല്ല കുഴപ്പമുണ്ടോ? അവൾ അവളുടെ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ചെറിയൊരു കുഴപ്പമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കൊന്നും തോന്നരുത്. ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരുന്നില്ല. പിന്നെ കുറെ ആളുകളെല്ലാം വരുന്നല്ലേ, പിന്നെ ഫോട്ടോഗ്രാഫറും ഉണ്ട്. അപ്പൊ നീ മാത്രം ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാ അതെങ്ങനെ ശരിയാവാ? നീ ഡ്രസ്സ് മാറ്റുന്നേ നല്ലത്. ഹൽദി ഫംഗ്ഷന് ചേച്ചി തന്നെയല്ലേ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നെ, എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയണേ? അന്ന് എനിക്ക് നന്നായിട്ട് തോന്നി, പക്ഷെ നീ ഇപ്പൊ ഇട്ടപ്പോ എന്താ എനിക്കൊരു ഭംഗി തോന്നണില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇതാ ഈ ഡ്രസ്സ് പോയി ഷോപ്പിൽ പോയപ്പോ നല്ല ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാ, നീ തൽക്കാലം ഇതിട്ടോ. കയ്യിലുള്ള കവർ ശിവാനിക്ക് നൽകിക്കൊണ്ട് പാറോളം പറഞ്ഞു. ഡ്രസ്സിന് മാച്ചായ ഓർണമെന്റ്സ് അതിലുണ്ടായിരുന്നു. വേഗം റെഡി ആയിട്ട് പോവാ, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. അത് പറഞ്ഞ് പാറോണ പുറത്തേക്ക് നടന്നു. എല്ലാവരോടും റെഡിയാവാൻ പറഞ്ഞ് തിരക്ക് കൂട്ടിയിട്ട് നിന്റെ ഒരുക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ ആരു? കണ്ണാടിയിൽ നോക്കി തല ഒതുക്കുന്ന അർണവിന്റെ അരികിലേക്ക് വന്ന് ശിവ ചോദിച്ചു. കഴിഞ്ഞിളിയാ. അവൻ ഡ്രസ്സ് ഒന്ന് ശരിയാക്കി കൊണ്ട് പറഞ്ഞു. ഇതെന്താ ഈ ഡ്രസ് ഇട്ടിട്ടാണ് നീ ഫംഗ്ഷന് വരുന്നേ? അതെ, ഇതിനെന്താ പ്രോബ്ലം? പ്രോബ്ലേ ഉള്ളൂ. നീ ഇതെന്ത് കോല ഇങ്ങനെ? നീ ശിവാനിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവൾ നിന്നെ എപ്പ തേച്ചൊട്ടിച്ചു എന്ന് ചോദിച്ചാ മതി. അയ്യോ,
അത്രയ്ക്കും ബോറാണോ? ഇനി എന്ത് ചെയ്യളിയോ? തൽക്കാലം നീ ഇതിട്ടോ, എന്നിട്ട് താഴേക്ക് വാ. കബോർഡിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തോണ്ട് പറഞ്ഞു. വേഗം താഴേക്ക് വാട്ടാ. അത് പറഞ്ഞ് ശിവ പുറത്തേക്ക് പോയി. ആര്യ കവർ തുറന്നു നോക്കി. ഒരു കരിമ്പച്ച കളർ കുർത്തയാണത്. ഇതെന്താ ഗ്രീൻ കളറ്? ഞാൻ ഇതിട്ടിട്ട് പോയ താഴെ എല്ലാവരും എന്നെ കളിയാക്കുവോ? എന്തെങ്കിലും ആട്ടെ, കോപ്പ് ഗ്രീനെങ്കിൽ ഗ്രീൻ, അവൻ മനസ്സിൽ കരുതി. അവൻ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങിയത് അതേസമയം തന്നെ ശിവാനി അവളുടെ റൂമിൽ നിന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഇത്ര നേരമായിട്ട് നീ താഴേക്ക് പോയില്ലേ? ആരും അവളെ നോക്കി ചോദിച്ചു. ഇല്ല, നീ എന്ത് ഈ ഡ്രസ്സില്? അവൾ തന്റെ ഡ്രസ്സിൽ അതേ കളറിലുള്ള അവന്റെ കുർത്തയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതെന്റെ അല്ലടി, അളി എന്റെയാണ്. എന്റെ ഡ്രസ്സിന് എന്തൊരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് അളി ഇത് എനിക്ക് തന്നേ. ആര്? കണ്ണേണ്ണ? അതെ, എന്തേ? ഈ ഡ്രസ്സ് എനിക്ക് തന്ന തുമ്പി ചേച്ചിയാ. ഇതിലെന്തൊരു കള്ളക്കളി ഉണ്ടല്ലോ. ആണോ? എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഹൽദി ഫംഗ്ഷൻ എടുത്ത ഡ്രസ്സ് ഇട്ട് റെഡി ആയതാണ്. ആ പളിയൻ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇത് ഇട്ടാ മതി എന്ന് പറഞ്ഞു. എന്റെ ഭഗവാനെ, ഇതെന്തൊരു പണി തന്നാണ്. ഞാനും ഡ്രസ്സ് ഇട്ട് നിന്നപ്പോ ഇതേ ഡയലോഗാണ് തുമ്പി ചേച്ചി പറഞ്ഞ്. ആരുവിന്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തോ. ശിവയായിരുന്നു അത്. നീ ഇതേപ്പെട്ട പോയി കിടക്ക, ഞങ്ങൾ ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യണം. നീ വരുമ്പോ ശിവാനിയെ വിളിച്ചാട്ടാ. ആര് തിരിച്ചു വിളിച്ചെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ശിവ കോള് കട്ട് ചെയ്തു. വാ, നമുക്ക് താഴേക്ക് പോവാം, അവിടെ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ അവരെ രണ്ടുപേരും താഴേക്ക് നടന്നു. മുറ്റത്താണ് ഹൽദിക്കുള്ള സ്റ്റേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മഞ്ഞപ്പൂക്കൾ കൊണ്ട് അവിടെയെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. രാത്രിയുടെ ഇരുളിൽ ലൈറ്റിങ്ങിനും മറ്റു അലങ്കാരങ്ങളുമായി നല്ല ഭംഗിയിൽ തന്നെ കാണപ്പെട്ടു. അത്യാവശ്യം ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് ലൈറ്റുകളെല്ലാം ഓഫായി. ഇരുട്ടിൽ പേടിച്ച് ശിവാനി ആരുവിന്റെ കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് അവർക്ക് നേരെ ഒരു നീല വെളിച്ചം വന്നു നിന്നു. ശിവാനി അന്താളിച്ച് ചുറ്റും നോക്കുകയാണ്. ആരുവിന്റെ അവസ്ഥ ഏറെക്കുറെ അത് തന്നെയായിരുന്നു. കുറച്ചു നേരമായിട്ട് ഒരു അനക്കവും കേൾക്കുന്നില്ല എന്ന് കണ്ടതും ശിവാനിയും കുട്ടി ആരും മുന്നോട്ട് നടന്നു. അവർ മുട്ടോട്ട് നടക്കുന്നതിനനുസരിച്ച് നീല വെളിച്ചം തെളിഞ്ഞു വരാൻ തുടങ്ങി. സ്റ്റേജിന് മുന്നിലെത്തിയതും പെട്ടെന്ന് സ്റ്റേജിൽ എല്ലാ ലൈറ്റും ഓണായി. സ്റ്റേജിൽ അവരെ പുഞ്ചിരിയോടെ നോക്കി എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന തന്റെ പപ്പയെ അമ്മയെ ശിവാനി കണ്ടത്. ഇവരെപ്പറ്റി അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി. ശേഷം ആരുവിന്റെ കൈയും പിടിച്ച് അവർ കരികിലേക്ക് ഓടി. അതിൽ നിന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു ശിവാനിയുടെ ജീവിതത്തിൽ ആരുവിനുള്ള പ്രാധാന്യം. അമ്മയുടെയും പപ്പയുടെയും അടുത്തെത്തിയ ശിവാനി അത്ഭുതത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. നിങ്ങളെ തോന്നുന്നു? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. എന്റെ മോക്ക് ഞങ്ങളെന്ന് അന്വേഷിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ, പപ്പ പരാതിയോടെ പറഞ്ഞു. അങ്ങനെ പറയല്ലോ പപ്പേ, നിങ്ങൾ നാളെ രാവിലെ വരുമെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഞാനെങ്ങനെയാ? അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവളുടെ അമ്മ നോക്കിയിരുന്നത് ശിവാനി കോർത്തു പിടിച്ചിരിക്കുന്ന ആരുവിന്റെ കയ്യിലേക്കാണ്. എല്ലാവരും അവിടെ ഉണ്ടായിട്ട് അവൾ അവന്റെ കയ്യിലെ പിടിവിട്ടില്ല. പെട്ടെന്ന് സ്റ്റേജിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരാളുടെ ശബ്ദം ഉയർന്നു വന്നു. ആരുവും ശിവാനിയും തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ദേവിയായിരുന്നു. കയ്യിലൊരു മൈക്കും ഉണ്ട്. ഗുഡ് ഈവനിങ് എവ്രി വൺ. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടി ഉണ്ട്. ഇന്നിവിടെ ഒരു എൻഗേജ്മെന്റ് കൂടെ നടക്കുന്നുണ്ട്. ദേവി അത് പറഞ്ഞതും കൂടെ നേരം മുഖത്തെ സംശയങ്ങൾ നിറഞ്ഞിരുന്നു. അതേസമയം ആരുവിന്റെ ശിവാനിയുടെ മുഖത്തും ഉണ്ടായിരുന്നു അതേ സംശയം. ശിവ, എന്നാ തുടങ്ങല്ലേ? ദേവ അവനെ നോക്കി ചോദിച്ചപ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ദേവയുടെ അമ്മ ഒരു താലത്തെ 2 റിങ്ങുമായി അവരുടെ അടുത്തേക്ക് വന്നു. ശിവാനിയുടെ അച്ഛൻ ഒരു കയ്യിൽ ശിവാനിയെ മറു കൈ കൊണ്ട് ആരുവിനെയും ചേർത്ത് പിടിച്ച് സ്റ്റേജിന്റെ നടുവിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. ഇതെന്റെ മോള് ശിവാനി, ഇത് അവൾ വിവാഹം ചെയ്യാൻ പോകുന്ന പയ്യൻ അർണവ്. ദേവയുടെ കയ്യിൽ നിന്നും മയക്ക് വാങ്ങി ശിവാനിയുടെ പപ്പ പറഞ്ഞു. അതേസമയം ആരുവിന്റെ ശിവാനിയുടെ മുഖത്ത് മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു നിന്നു. അത്ഭുതമോ സംശയമോ എന്തൊക്കെയോ ഭാവങ്ങൾ. എന്നാൽ നമുക്ക് റിംഗ് എക്സ്ചേഞ്ചിലേക്ക് കടക്കാം. അത് പറഞ്ഞ് ശിവാനിയുടെ പപ്പ താലത്തിൽ നിന്നും ശിവാനി എന്ന് എഴുതിയ റിംഗ് എടുത്ത് ശിവാനിയുടെ നേർക്ക് നീട്ടി. മറുഭാഗത്ത് പാർവണിയുടെ അച്ഛൻ അർണവ് എന്ന് എഴുതിയ ഒരു മോതിരം എടുത്ത് ആരുവിന്റെ കയ്യിലേക്കും കൊടുത്തു. ആരുവും ശിവാനിയും അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാതെ നിൽക്കായിരുന്നു. രണ്ടുപേരും അന്തമിട്ട് നിൽക്കാതെ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വേറെ പരിപാടി നടത്താനുള്ളതാ. ബദ്രി അമ്മുവിന്റെ തോളിലൂടെ കൈയിട്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ആര് തന്റെ കയ്യിലുള്ള റിങ് ശിവാനിയുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്തു. ശിവാനി തന്റെ കയ്യിലുള്ള റിങ് ആരുവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തു.
അവരിരുവരും ഒരു നിമിഷം കണ്ണിൽ തന്നെ നോക്കി നിന്നു. തങ്ങളുടെ കുറെ നാളത്തെ സ്വപ്നങ്ങൾക്കൊന്ന് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. കണ്ണും തമ്മിൽ നോക്കിക്കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറി തരുമോ? ഇനി ഞങ്ങളുടെ അമ്മുക്കുട്ടിയുടെ ഹൽദിയാണ്. ദേവ അവരുടെ ഇടയിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സ്റ്റേജിന് നടുവിലായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടേബിൾ കൊണ്ടുവന്ന് വെച്ചു. അതിനു മുകളിൽ ഒരു ബൗളിൽ ചന്ദനവും മഞ്ഞളും ഉണ്ടായിരുന്നു. പാർവണിയും രേവതിയും കൂടെ അമ്മുവിനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചെയറിലേക്ക് ഇരുത്തി. ശേഷം ഓരോരുത്തരായി വന്ന് അവളുടെ മുഖത്തും കയ്യിലും ചന്ദനവും മഞ്ഞളും തേക്കാൻ തുടങ്ങി. എന്നാ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുത്താലോ? അത് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്നു. എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയോടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഫോട്ടോഗ്രാഫർ മനോഹരമായ ആ നിമിഷം തന്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു. ഇനി ഞങ്ങൾ ചെക്കന്റെ കലാപരിപാടികളാണ് ട്ടാ, ദേവമയത്തിലൂടെ ഉറക്കെ പറഞ്ഞു. എവിടെ നിന്നോ ഒരാൾ ബദ്രിയുടെ ഗിറ്റാറുമായി വന്നു. അവന്റെ കയ്യിൽ ഗിറ്റാർ കൊടുത്തു. ഒപ്പം സെന്ററിലായി ഒരു മൈക്കും സെറ്റ് ചെയ്തു. അവൻ ഗിറ്റാർ വാങ്ങിയൊരു പുഞ്ചിരിയോടെ മൈക്കിനടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. പാടാനായി അവൻ ഗിറ്റാറിലെ സ്ട്രിങ് അഡ്ജസ്റ്റ് ചെയ്തതും ശിവു അവന്റെ കാതിൽ വന്നെന്തോ പറഞ്ഞു. അത് കേട്ട് തലയാട്ടിക്കൊണ്ട് ബദ്രി ചെയറിൽ നിന്ന് എണീറ്റ ശേഷം സൈഡിൽ നിന്ന് മറ്റൊരു ചെയർ കൂടി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇട്ടു. ഒരു ചെയറിലായി ശിവയും മറ്റൊരു ചെയറിലായി ഗിറ്റാറുമായി ബദ്രി ഇരുന്നു. സ്റ്റേജിന്റെ താഴെയായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയറിലായി എല്ലാവരും ഇരുന്നു. വീട്ടുകാരും ബന്ധുക്കളും അവരുടെ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും മുഖത്തിന് ഒരു പുഞ്ചിരി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഭദ്രയും ശിവയും ഒരുമിച്ച് പാടാൻ തുടങ്ങി. തുമ്പി ചേച്ചിക്ക് വേണ്ടിയാണ് കണ്ണേണ്ണി പാട്ട് പാടുന്നത്. നടക്കട്ടെ നടക്കട്ടെ, പൊന്നോള തുമ്പി പൂവായി തുമ്പി ആട് ആട് നീ ആട്. ശിവാനി കളിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. എന്നാൽ പാർവണ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സും ചിന്തകളും എല്ലാം തന്നെ സ്റ്റേജിൽ നോക്കിയിരിക്കുന്ന ശിവയിൽ മാത്രമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. ഈ പാർവതി ശിവദേവം അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയ വിവരം ഞാൻ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുന്നു. ഒരു 150 വാർത്തയെങ്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പല ദിവസങ്ങളിലും എനിക്കങ്ങനെ റെക്കോർഡ് ചെയ്യാനൊന്നും ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റോറിയുടെ ലെങ്ത്തും കുറഞ്ഞു വന്നു. അങ്ങനെ നമ്മുടെ സ്റ്റോറി ഒരു 2-3 പാർട്ടോട് കൂടെ കഴിയുകയാണ്. അപ്പോൾ ബൈ, താങ്ക് യു. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.